വിഷാദം, ഈ മെലൻകളി അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത ബോധം കൊണ്ട് മാത്രം അത് ജീവിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ്, അത് കമ്മ്യൂണിസ്റ്റുകാരന് വിരുദ്ധമാണ് അത്തരത്തിലുള്ള ഒരു ചിന്ത. ഈ ദുരന്ത ബോധത്തിൽ വിഷാദത്തിന് അടിപ്പെടുക എന്നുള്ളത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കാരണം അത് മാർക്സിസത്തിനെതിരാണ്. നിങ്ങൾ അത്തരം വിഷാദത്തിന് അടിമപ്പെടുകയെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഭാവിയിൽ വിശ്വാസമില്ല, തൊഴിലാളി വർഗത്തിൽ വിശ്വാസമില്ല, തൊഴിലാളി വർഗ വിപ്ലവത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ മുതലാളിത്തത്തിന്റെ യഥാർത്ഥത്തിന്റെ മുതലാളിത്ത ശക്തിയുമായി കീഴ്പ്പെട്ട ഒരാളാണ് നിങ്ങൾ അതിന് കീഴ്പ്പെടുകയാണെങ്കിൽ. എന്നാൽ കീഴ്പ്പെടുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നാസി തടവറയിൽ ഇന്ന് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ബുദ്ധിജീവിയാണെന്ന് കാണിക്കാൻ പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് ചെറിയാൻ അറിയായിരിക്കും. ഏത് ഓപ്റ്റിമിസം ഓഫ് ദ വിൽ, അത് ഇച്ഛാശക്തിയുടെ ശുഭാപ്തി വിശ്വാസവും ധീക്ഷണയുടെ ബുദ്ധിയുടെ അശുഭാപ്തി വിശ്വാസവും. ഏതിപ്പോ പലരും, ഞാൻ 80-90കളിലൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ അധികം പേര് പറയുന്നില്ല. ഇപ്പൊ മിടുക്കനാവാനായിട്ട് പറയുന്നൊരിതാണ് ഓപ്റ്റിമിസം ഓഫ് ദ വിൽ, ഇച്ഛാശക്തിയുടെ ശുഭാപ്തി വിശ്വാസം, എന്നാൽ ബുദ്ധിയുടെ നിരാശാബോധം. അപ്പൊ അത് ആര് പറഞ്ഞു തരാണ്? അത് റൊമൈൻ റോളാൻഡ് എന്ന് പറയുന്ന ജർമ്മൻ എഴുതിയിട്ട് പിന്നീട് ഗ്രാംഷി എന്ന കമ്മ്യൂണിസ്റ്റ് തിയറട്ടീഷ്യൻ ആൻഡ് ഇറ്റാലിയൻ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുമായ ഗ്രാംഷി പറഞ്ഞതാണ്. അത് നിങ്ങളെ കൊണ്ടുപോകണം. നിങ്ങളുടെ ബുദ്ധി പറയുന്നു കേരളത്തിൽ CPM തോൽക്കും, അല്ലെങ്കിൽ നക്സലൈറ്റുകൾ പരാജയപ്പെട്ടിരിക്കുന്നു, CPI എവിടെയുമില്ല. നിങ്ങളുടെ ബുദ്ധി സത്യമാണ്, വാസ്തവമാണ്. പക്ഷേ നിങ്ങളുടെ ഇച്ഛാശക്തി പറയുന്നു തൊഴിലാളി വർഗം വിജയിക്കും, ചരിത്രം ആ ഗതിയിലേക്ക് നീങ്ങും എന്നുള്ള ബുദ്ധി പറയുക. എന്നാ നിങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുക. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. CPM-ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി തെറ്റില്ലാത്ത CPM വേണം. CPM-ന് ബദൽ അതിന്റെ തെറ്റുകൾ തിരുത്തിയ ഒരു CPM ആണ്. CPI-ക്ക് ബദൽ അതിന്റെ കുറ്റങ്ങളില്ലാത്തൊരു CPI ആണ്. CPI മാവോയിസ്റ്റുകളുടെ ബദൽ CPI മാവോയിസ്റ്റുകളുടെ തെറ്റുകൾ ചെയ്യാത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ലോകത്തെമ്പാടും ഈ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് ബീഹാറിൽ CPI-ML ലിബറേഷൻ വളർന്നു. അതാണ് അത്ഭുതകരമായ. ഈ സൂര്യന് കീഴിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് ബഹുജന പാർട്ടി വളർന്നിട്ടുണ്ടെങ്കിൽ അത് സഖാവ് ദീപങ്കർ ഭട്ടാചാര്യയുടെ CPI-ML ലിബറേഷൻ. അതിനൊരു കാരണം, ഞാൻ 91-ലെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷനിലെ ബീഹാർ കവർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആറായില് ഞാനത് കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ആറായിലെ CPML VP സിംഗിന്റെ സമയത്ത് തന്നെ ഒരു CPML MP അവിടുന്ന് ആറായിൽ നിന്ന്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ പോയി എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ. അപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾ പറഞ്ഞത്, ജേർണലിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ പറഞ്ഞത്, ഇത് വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ മെജോറിറ്റി OBC-യും ദളിതരുമാണ്. അവർക്ക് വോട്ട് ചെയ്യാൻ അപ്പർ കാസ്റ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ CPML മെമ്പേഴ്സ്, ആംഡ് അവരുടെ പടയാളികൾ ഇവരെ ദളിതരെയും OBC-കളെയും ഗാർഡ് ചെയ്ത് ബൂത്തിൽ കൊണ്ടുപോയി വോട്ട് ചെയ്തിട്ടാണ്. അവർ ആദ്യമായി വോട്ട് ചെയ്യാണ്. അവരുടെ കൂടെ നിൽക്കുന്ന CPML-കാർക്ക് ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അവർ വേറെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അതാണ് എനിക്ക് തോന്നി. അതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാത്ത ഒരു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ മനസ്സിലാകാതെ പോയ ഒരു സംഭവം. അത് കേരളത്തിലെയും ബംഗാളിലേക്കും വേറൊരു സിറ്റുവേഷനിലേക്ക് മാറി. ഇവിടെ ഈ പ്രൊട്ടക്ഷൻ OBC-കൾക്കും ദളിതർക്കും അവരെ എംപവർ ചെയ്തു ജനാധിപത്യപരമായി. അത് മാത്രമാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവര്, എനിക്ക് വന്ന് 10, 12, 25 ഒക്കെ ആയി MLA-മാരും ബീഹാർ അസംബ്ലിയിലും നിൽക്കുന്നതിന് കാരണം അതാണ്. മാത്രമല്ല JNU-ല് ഇതേ ആൾക്കാർ തന്നെയാണ് JNU-ലെ സ്റ്റുഡന്റ് SFI തോൽപ്പിച്ച് സ്റ്റുഡന്റ് യൂണിയൻ വർഷങ്ങളായിട്ട് ഇത് മാറി വരുന്ന, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ, ഇന്ത്യൻ കാസ്റ്റ് റിയാലിറ്റിയെ മനസ്സിലാക്കാതെ പോയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതികേടോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ്, ഐലൻഡ് ഓഫ് അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾക്ക് കാണേണ്ടി വരും. നമ്മളുടെ സമയം
കൃത്യമായിട്ടാണ് ചെറിയാൻ ആ പാർട്ടിയുടെ വളർച്ചയെ കാണുന്നത്. അത് ബീഹാറുകാർ അതിനെ മാലേ എന്നാണ് വിളിക്കുന്നത്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാലേ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല അവർ വിളിക്കുന്നത്. അതിന് പല ഭാഗങ്ങളിലുമുള്ള ബഹുജന പിന്തുണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് ബീഹാറിലെ പല ഭാഗങ്ങളിലും അതുണ്ടാക്കുന്ന സാധാരണ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന വിശ്വാസം അത് വളരെ വളരെ നമുക്ക് പ്രകടമാണ്. അപ്പൊ അതും നാം മറക്കേണ്ടത് മാവോയിസ്റ്റ് മാർഗത്തിൽ നിന്ന്, അതായത് സായുധ സമരപാതയുടെ അനിഷേധ്യ നേതാവായിരുന്ന VM, അതായത് ചാരു മജുംദാറിന് ശേഷം ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേതാവും സൈദ്ധാന്തികനുമായ VM മിശ്ര ഈ സായുധ സമരപാത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മാസ് ലൈൻ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു വിപ്ലവ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചൈനയുടെയും റഷ്യയുടെയും സൈദ്ധാന്തിക പിന്തുണ പുറകെ പോകാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് CPIM മാല. അത് ഇപ്പോൾ കൽക്കട്ടയിലും ഡൽഹിയിലും താങ്കൾ പറഞ്ഞ പോലെയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ പ്രശ്നം മുഖ്യ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എന്ന് തിരിച്ചറിയണം. സോവിയറ്റ് യൂണിയൻ ആയാലും ചൈനയായാലും വിയറ്റ്നാം ആയാലും ക്യൂബയായാലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധിയുടെ ഹൃദയം ജനാധിപത്യമാണ്. അതാണ് മാലയുടെ വിജയം കാണിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത് കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നുള്ള ഓമന പേരിലുള്ള പാർട്ടിയല്ല. അത് വിശാലമായ അർത്ഥത്തിൽ ഞാനും നിങ്ങളും ജനങ്ങളും തിരിച്ചറിയുന്ന രീതിയിലുള്ള ജനാധിപത്യത്തിൽ അടിസ്ഥാനമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണം. അത് സാർവദേശീയമായി അതിനെ ഒറ്റയ്ക്ക് അത് കേരള യൂണിറ്റ് പിണറായിയുടെ നേതൃത്വത്തിൽ ഭരണവിജയം മാത്രം ആഘോഷിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞ്, തൊഴിലാളി വർഗ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയുക. ഇങ്ങനെ അടിസ്ഥാനപരമായി ജനാധിപത്യം ആ ഗോർബച്ചേവിന്റെ പരിഷ്കരണ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഞാനും സഖാവ് EMS പോലെ തന്നെ വലിയ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. സഖാവ് EMS ആണ് പറയുന്നത്, ആദ്യമായിട്ട് ദേശാഭിമാനി ലേഖനം എഴുതുന്നത് ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ രീതിയിലേക്കുണ്ടെന്ന്. ഞാൻ അതിൽ കൂടുതൽ കാലം പ്രതീക്ഷിച്ചു. കാരണം അവിടെ ജനാധിപത്യം എന്തെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നുഴഞ്ഞുകയറ്റവും ഒരു വഞ്ചകനാണ് ഗോർബച്ചേവ് എന്ന് പറയുമ്പോഴും അതുവരെ ലെനിന് ശേഷം നിലനിന്ന സോവിയറ്റ് പ്രതിസന്ധിയിൽ ജനാധിപത്യം എന്ന പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു ഗോർബച്ചേവ്. അത് പിന്നെ അദ്ദേഹത്തിന്റെ വഴിതെറ്റിപ്പോയി. അദ്ദേഹം എങ്ങനെ ഒരു പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ കാമുകനായി അദ്ദേഹം വിലക്കെടുക്കപ്പെട്ടതാണോ എല്ലാം നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഒരു കാര്യം കൃത്യമാണ്, അവിടെയുള്ള രോഗത്തിന് പ്രതിവിധി ജനാധിപത്യമാണ്. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മോർ ഡെമോക്രസി, മോർ സോഷ്യലിസം, മോർ സോഷ്യലിസം, മോർ ഡെമോക്രസി, വിശാലമായ അർത്ഥത്തിൽ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് സാമ്രാജ്യത്വത്തിന്റെയും നിരവധി ശക്തികൾക്ക് കീഴ്പ്പെട്ടു. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ജനാധിപത്യം ഒരു പ്രശ്നമായി കേരളം എടുത്തിട്ടില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനാധിപത്യ കുറവ് അതിന്റെ ഒരു പ്രോബ്ലം ആണെന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർ പ്രോബ്ലം ഈസ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന് CPIM MLO ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജനാധിപത്യ കമ്മിയാണ് നമ്മളുടെ തിരിച്ചടിക്ക് കാരണം എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയുന്നുവോ അന്ന് പുനർജനിക്കും. തൊഴിലാളി വർഗം അതിനെ ഏറ്റെടുക്കും. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ അവർ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിലും മുന്നണി പടയാളിയായി ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റു. അതിന് തയ്യാറാണോ? അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് എങ്ങനെ അത് ഭാവിയിൽ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്താലും ഒന്ന് വളരെ ക്ലിയർ ആണ്. നോർഡിക് കൺട്രീസ്, ലോകത്തെ ഏറ്റവും വലിയ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ നോർഡിക് കൺട്രീസ് ആണ്. അവിടെ മിക്കവാറും ഭരിക്കുന്നത് ലിബറൽ സോഷ്യലിസ്റ്റുകളാണ്. മാത്രവുമല്ല, ഞാൻ വീണ്ടും കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. ബ്രിട്ടനിലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഇന്നുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് എങ്കിൽ അതിന് കാരണം സോവിയറ്റ് യൂണിയനാണ്. അതായത് വിപ്ലവം നടക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ജനാധിപത്യ സർക്കാർ
ചെയ്ത സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ചെയ്യുന്ന മനുഷ്യ നന്മയും സാമൂഹ്യ നന്മയും മുൻനിർത്തിയുള്ള പരിപാടികൾ മിക്ക രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തില്ല. അതായത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് നൂറ്റാണ്ടെന്ന് പറയുന്നത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു നൂറ്റാണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ മാത്രമല്ല, ചൈനയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴും ഫ്രീഡം, വെൽഫെയർ സ്റ്റേറ്റ്, ഡെമോക്രസി എന്നുള്ള ഈ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. അതിനെ അങ്ങനെ കണ്ട് വെറും പാർട്ടി സ്ഥാനമായിട്ട് കണ്ട് ഇതിന് ഭാവിയില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എത്ര കണ്ട് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ചെറിയാൻ പറഞ്ഞത് 100% ശരിയാണ്, 100% ശരിയാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ച പറയുമ്പോൾ പറയാതെ പോകുന്നതാണ് സോഷ്യൽ ഡെമോക്രസിയുടെ തകർച്ച. ഇന്ന് നാം ലോകം മുഴുവൻ എത്തി നിൽക്കുന്ന വലതുപക്ഷ ഫാസിസ്റ്റ്, നവ ഫാസിസ്റ്റ് രാഷ്ട്രീയം. ഇന്ന് എല്ലാവരെയും പുടിൻ, ഷിങ്, ചൈനയിലെ അദ്ദേഹം ഏകാധിപതിയാണ്. അദ്ദേഹം എത്ര കാലം വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തുടരാം. പുടിൻ അദ്ദേഹത്തിന് പേരിന് ഒരു കോമാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷ കക്ഷിയായി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതുപോലെ ലോകത്തെമ്പാടുമുള്ള ട്രംപ്, നരകാസുരൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും കുടിയേറ്റ അമാനുഷ്യ, വളരെ എന്താ പറയുക, വളരെ രാക്ഷസീയമായ രൂപം കൊണ്ട ട്രംപ് യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം തീവ്ര വലതുപക്ഷ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പരാജയം പറഞ്ഞ് ആഘോഷിക്കേണ്ട സമയമല്ല. അതിന് പകരം വന്നിട്ടുള്ള ദുർഭൂതം, വീണ്ടും കാൾ മാർക്സ് പറഞ്ഞ ന്യൂ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ്, ദാറ്റ് ഫാക്ടർ ഓഫ് ഫാസിസം. ആ ഫാസിസം രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൈകോർത്ത് തോൽപ്പിച്ച അതേ ശക്തി പൂർവാധികം ശക്തമായ രൂപത്തിൽ ആഗോള വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതിന്റെ കവരണത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അതിനെ ഫൈറ്റ് ചെയ്യാൻ പണ്ടത്തെ പോലെ ഇന്ത്യയിലെ ഗാന്ധിയെ നാം കണ്ടെത്തിയതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ വൈകിയാണ് ഗാന്ധിയെ കണ്ടെത്തിയത്, വളരെ വൈകിയാണ് അംബേദ്കർ ബാബാ സാഹിബിനെ കണ്ടെത്തിയത്. വർഗം എന്നാൽ വെറും സാമ്പത്തിക ഗണമാണെന്ന് ധരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വമാണ് ഇപ്പോഴും. വർഗം എന്നാൽ അതിൽ ജാതിയുണ്ട്, സംസ്കാരമുണ്ട്, സ്ത്രീയുണ്ട്. ഈ 3 ഗണങ്ങൾ കൂടിയുള്ളതാണ് വർഗം എന്ന സങ്കല്പം മാർക്സിന്. ആ സങ്കല്പം ഉൾക്കൊള്ളാൻ ഇത്ര വൈകി സോവിയറ്റ് ചൈന പക്ഷപാതത്തിന്റെ പേരിൽ തമ്മിലടിച്ചും നയം മാറ്റിയും കഴിച്ച ശേഷം ജനങ്ങൾ ഇത്രയെങ്കിലും കേരളത്തിൽ നമ്മളെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് ഒരു പിടിവള്ളിയായി പിടിച്ച് അടിമുടി സമകാലിക മാറ്റങ്ങൾക്കനുസരിച്ച് തെളിഞ്ഞ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് ഏകീകൃതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് 22 മാവോയിസ്റ്റ് ഗ്രൂപ്പുകളാണ് ചെറിയാൻ. എന്തൊരു പരിഹാസ്യമായിട്ടുള്ള, ഓരോ വ്യക്തി പോലും ഒരു ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഐക്യം, അതിന്റെ സാർവദേശീയത, അതിന്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യങ്ങൾ, അതിന്റെ ഐക്യമുന്നണി സിദ്ധാന്തം, അല്ല അതാണ് ഇതൊക്കെയാണ് ഒരു ചിന്തിക്കുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മുമ്പിലുള്ളത്. പക്ഷേ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് സംഹരിക്കുന്നു. അതായത് CPI എങ്കിലും ഇതിന്റെ 100ാം വാർഷിക ആഘോഷത്തിൽ പതാക ഉയർത്തുന്ന ഒരു ദളിത് സെക്രട്ടറി ആണ് എന്നുള്ള ഒരു ആശ്വാസം, ഒരു നോമിനൽ ആശ്വാസം നമുക്കുണ്ട്. അത് CPI എത്ര ദുർബലമാണെങ്കിലും ഇന്ന് അത് നയിക്കുന്നത് ഒരു ദളിത്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദളിത് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള ഒരു വാസ്തവം നമ്മളെ മുമ്പിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഡൽഹിയിൽ വളരെ ജോക്കായിട്ട് പറയുന്നുണ്ട്, പല ഹിസ്റ്റോറിക് ബ്ലണ്ടേഴ്സും ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അവർ ഹിസ്റ്ററിയെ ഉണ്ടാക്കിയവരാണ്, ലോകത്തിന്റെ ഹിസ്റ്ററിയെ മാറ്റിമറിച്ചവരാണ് എന്നുള്ള വാസ്തവം നമുക്ക് മറന്നുകൂടാ. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് 100ാം വാർഷികത്തിൽ എല്ലാ ആശംസകളും. ജനങ്ങൾക്ക് ഫലപ്രദമാകുന്ന രീതിയിൽ അവർ സ്വയം കണ്ടെത്തി മുന്നോട്ട് പോകും എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ അടുത്ത